ഈശ്വർ മാൽപേ അടക്കം പല തവണയായി മുങ്ങിത്തപ്പൽ നടത്തിയെങ്കിൽ പോലും ഒരു കാരണവശാലും അർജുനടുത്തേക്കോ ട്രക്കിനടുത്തേക്കോ അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. 21 ദിവസം ഉത്തര കന്നഡയിൽ മഴ പ്രവചിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിലുള്ള തിരച്ചിലിലെ പ്രതിസന്ധി അത് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. പുഴയിലെ ഒഴുക്കൊന്നുകിൽ കുറയണം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മറുമാർഗം ചിന്തിക്കുക എന്നുള്ളതാണ്. പുഴയിൽ തടയണ കെട്ടി ജലത്തിന്റെ ഒഴുക്കിനെ വഴിതിരിച്ചു വിടുക എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ ഭവിഷ്യത്ത് ഒരുപക്ഷെ ഉണ്ടാക്കി വെക്കുമെന്നുള്ള മുന്നറിയിപ്പും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം അർജുന്റെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്നാണ് ഈ സാഹചര്യത്തിൽ കല്യാശ്ശേരി MLA കൂടിയായിട്ടുള്ള M. വിജിൻ കുറ്റപ്പെടുത്തുന്നത്. രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇന്ന് കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൗത്യത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത മനോഭാവം കർണാടകയ്ക്കെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ ഷിരൂരിൽ നിന്നും നാവികസേനാ സംഘം മടങ്ങിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രാവിലെ നേവിയുടെ സംഘം ഇവിടെ എത്തിയിരുന്നു, പിന്നീട് അവർ മടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചില്ല. നേവി സംഘം തിരികെ കാർവാറിലേക്ക് പോയി. രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ടാണോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടോ ഉള്ള ആരും തന്നെ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. 2-3 പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്കായി ഇട്ടിട്ടുണ്ട്. ഇത്രയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള കുറ്റപ്പെടുത്തൽ. എന്നാൽ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലടക്കം സ്ഥലം MLA ശക്തമായ ഇടപെടലിനി ഉണ്ടാകുമെന്നും ഒരു കാരണവശാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും അർജുനെ കണ്ടെത്തുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇനി JCB ഉപയോഗിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത്. ഇനി എങ്ങനെയാണ് മറ്റ് മാർഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഡ്ജർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏക മാർഗം. അത് ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായി തീരുമാനിച്ചു. എന്നാൽ തൃശ്ശൂരിൽ ഇതിന്റെ ലഭ്യത മനസ്സിലാക്കിയതിനെ തുടർന്ന് മുന്നിലുള്ള ഏക വഴിയും അതുതന്നെയാണ്. അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. തൃശ്ശൂരിലെ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാർ ഷിരൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് കൊണ്ടുവരിക മാത്രമല്ല, കൊണ്ടുവന്നാൽ ഉപയോഗപ്പെടുത്താനായി സാധിക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ ഓപ്പറേറ്റർമാരെ ഷിരൂരിലേക്ക് അയച്ചിരിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ കീഴിലാണ് ഈ യന്ത്രം നിലവിലുള്ളത്. ഹിറ്റാച്ചി ബോട്ടിൽ കെട്ടി നിർമ്മിച്ചതാണ് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എന്ന് പറയുന്നത്. കോൾപ്പടപ്പുകളിൽ ചണ്ടിയും ചെളിയും ഒക്കെ വാരാനായി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് കൃഷിവകുപ്പിന്റെ ഈ മെഷീൻ എന്ന് പറയുന്നത്. കൃഷിവകുപ്പ് വാങ്ങിയ ഈ മെഷീന് 18 മുതൽ 24 അടി വരെ താഴത്തുള്ള ഇടത്തേക്ക് ആങ്കർ ചെയ്ത് നിർത്താനായി സാധിക്കുമെന്നതാണ് സവിശേഷത. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീനെ കുറിച്ച് ഉത്തര കന്നഡ കളക്ടർ കഴിഞ്ഞ ദിവസം തൃശൂർ കളക്ടറോട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്ന സാധ്യമായ കാര്യങ്ങളെന്ന് ചോദിച്ചിരുന്നു. അതനുസരിച്ചാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സാങ്കേതിക സഹായത്തിനായി പഠനത്തിനായി ഓപ്പറേറ്റർമാർ കൂടി യാത്ര തിരിച്ചിരിക്കുന്നത്.